ഇങ്ങോട്ട് നോക്കുമോനെ. എന്റെ തോതബത് അവൻ എടുത്തോണ്ട് പോയി. പോട്ടെ മോനെ, നമുക്ക് വേറെ വാങ്ങാം. എനിക്ക് ആ തോതബത് തന്നെ വേണം. വേറെ വാങ്ങാ കണ്ണാ. പറ്റത്തില്ല, എനിക്ക് ആ തോതബത് തന്നെ വേണം. നമുക്ക് വേറെ തൊടതപ്പുറം മേടിക്കാം കേട്ടോ. എനിക്ക് ആ തോതബത് തന്നെ വേണം. ബാഗില്ലാത്ത മോൻ സ്കൂളിൽ പോച്ചില്ല. മോനെ ഇന്ന് ഓണപരിപാടിയാ. എന്നാലും എനിക്ക് ബാഗും പുസ്തകം ഇല്ലാതെ ഞാൻ പോത്തില്ല. മോനെ ഓണപരിപാടിക്ക് ആരെങ്കിലും ബാഗ് കൊണ്ട് പോവോ? എനിക്ക് പഠിക്കണം. ബാഗ് വേണം, ബാഗ് വേണം, ബാഗ് വേണം. ഇല്ല, ഞാൻ പോവില്ല. ബാഗ് എടുത്തോ അങ്ങ്. എന്നാലും മോന്റെ തോതബത് ടീച്ചറെ ഒന്നും മൂന്ന് മൂന്ന്. എടാ, എന്റെ പുതിയ റബ്ബർ, റബ്ബർ. ഇതുപോലത്തെ ഒരു തോതബത് എന്തേലും ഉണ്ട്. കാണിക്കാവേ ഒരു മിനിറ്റ്. എന്റെ തോതബത് കണ്ടോ? ആരെങ്കിലും എന്റെ തോതബത് കണ്ടോ? ടീച്ചറെ, എന്റെ തോതബത് കാണുന്നില്ല. എടാ മോനെ, തൊടറബ്ബറിന്റെ കാര്യമില്ല, അത് വീട് നമുക്ക് വേറെ വാങ്ങാം. അച്ഛനും മോനും കൂടെ അവിടെ പോവാ. ഞങ്ങൾ ഓണപ്പരിപാടിക്ക് പോവാ. സ്കൂളിൽ അത്തപ്പൂക്കള മത്സരമൊക്കെ ഉണ്ട്. എന്തുവാ? അതെ, സ്കൂളിൽ അത്തപ്പൂക്കള മത്സരമൊക്കെയാണ്, ഓണപരിപാടിയാ. അങ്ങോട്ട് പോവാ. ഓ അങ്ങനെ. കൊണ്ടുപോട്ടെ. കൊണ്ടു തൊടറബ്ബർ വാങ്ങാം. വാ. ദാണ്ട മോനെ, സ്കൂളെത്തി. സ്കൂളുകാര് കുറെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ ഇതൊക്കെ അലങ്കരിച്ചെടുക്കാൻ. അപ്പൊ ഈ വട്ടം കുറച്ചധികം PTA ഫണ്ട് കയ്യിന്ന് പൊട്ടും. എന്റെ തോതബത് മോനെ, അത് നീ വിടണം. അതുകൊണ്ട് നിന്റെ കൂട്ടുകാരൻ അഖില് പോയി അവൻ്റെ കൂടെ പോയി കളിക്ക് പോ. അവനാ എന്റെ തോതബത് എടുത്ത്. ഓ പുല്ല്. നീ പോയേ, പോ. ഓണപരിപാടി ഇല്ലേ, പോ. വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. അച്ഛൻ വൈകിട്ട് വരാവേ. ടാറ്റാ. ഞാൻ സ്കൂളിൽ വരുന്നില്ല. ഇതെന്റെ സ്കൂളല്ല. മോനെ, നിന്റെ സ്കൂൾ തന്നെ ഓണം പ്രമാണിച്ച് അവരൊന്ന് അപ്ഡേറ്റ് ചെയ്തല്ലയോ? അല്ല, എന്റെ സ്കൂളല്ല. അതുകൊണ്ട് പേര് വാവ ഇന്റർനാഷണൽ സ്കൂൾ. മോന്റെ കൂട്ടുകാരൻ ഋത്വിക് എസ് സുഭാഷ്. എന്റെ തോതബത് തൊട്ടബന് പകരം ഒരു പെൻസിൽ തന്നാലോ? കൂട്ടായാലോ? കൂറ്റാവ. ബെസ്റ്റ് ബെഞ്ച്. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. നിനക്കൊരു ഭയങ്കര സ്നേഹമല്ലേ? എന്താ ബിസിനസ് എന്റെ പെൻസില് കാണുന്നില്ല. പപ്പ ഗഫീന് കൊണ്ടുവന്നാ കാണുന്നില്ല. അതൊരു നീല പെൻസിൽ അല്ല അല്ലേ? നീല ചാത്തി മന്ദയ്ക്ക് കയ്പുള്ള ഞെക്കുന്ന പെൻസിലാ. ഇല്ല, പേന പെൻസില് പോലത്തെ. അതിതല്ല, ഇത് പുതിയതാ. എന്റെ അച്ഛൻ മഞ്ഞ. മക്കളെ, ഇന്ന് എല്ലാരും വന്നോ? നമ്മളിന്ന് ഓണപരിപാടിയായിട്ട് അത്തപ്പൂ ഇടാൻ പോവാ. എല്ലാരും റെഡിയാണോ? അത്തപ്പൂ മോനറിയാ. നല്ല ഡിസൈൻ ഒക്കെ എനിക്ക് അറിയാം. നീ അത്തപ്പൂ ഊതുവോ? ഞങ്ങളുടെ വീട്ടിൽ ഓണത്തിന് 50 ദിവസം അത്തപ്പൂ ഊതും. ഞങ്ങൾ വീട്ടിൽ 100 ദിവസം ഇത്. കള്ളം പറയുവോ? അല്ല, ചിലപ്പോ 101 പക്ഷെ ടീച്ചർ അത്തപ്പൂ ഞാനിതു. എന്നാ ഋത്വിക് മോൻ ഇന്ന് അത്തപ്പൂ ഇട് കേട്ടോ. ടീച്ചറെ, ഈ ഋത്തിക്ക് എന്നെ നിക്കറിന്റെ ഇടയിൽ കൂടെ നോക്കുക. എടാ പോതാ പൊത്താ. ഞാൻ വിജയമാമന്റെ കൂത്ത് പൂ നോക്കിയതാ. എടോ, ഞാൻ പിള്ളേരോട് പറഞ്ഞു പോയി, എങ്ങനെങ്കിലും പിള്ളേരെ മാവേലി കാണിച്ചേ പറ്റത്തുള്ളൂ. അതിന് മാവേലി കിട്ടണ്ടേ? ഞാൻ ഒതുങ്ങിയതല്ല,
ആലോചിച്ച ടീച്ചറെ ടൂൾസ് നമ്പർ 1 ഒരു കഞ്ഞിപ്പാത്രം വത്തം വതയ്ക്കാണ്. എവിടുന്നേലും ഒപ്പിച്ചേ പറ്റത്തുള്ളൂ. കിട്ടിയില്ലെങ്കിൽ താ മാവേലിയുടെ വേഷം കെട്ടണം. ആദ്യം വത്തം വതയ്ക്കാം. എന്ത് പെൻസില്? അവൻ കല്ലനാ. ഇനിയിപ്പൊ ഡ്രസ്സിന് ഞാൻ എവിടെ പോവാനാ? എവിടുന്നേലും ഒപ്പിച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഓണം കഴിഞ്ഞ് തനിക്ക് പണിയില്ല ഇവിടെ. സോറി മനു, സോറി. ചെല്ല്. ഇനി ഞാൻ ഡ്രസ് എവിടെ ഒപ്പിക്കാനാ? എടാ എന്തുവാ എടാ? നിങ്ങൾ എവിടെ പോയാ? ഞങ്ങള് മാവേലി വരുന്നുണ്ടോന്ന് മണ്ണി കുഴിച്ചു നോക്കാൻ പോയതാ. അത്തപ്പൂ താൻ തുടങ്ങിയതേ ഉള്ളൂ. മിണ്ടായി ഒരു ദോശാപ്പൂ കിട്ടിയില്ല. മഞ്ഞക്കല ദോശാപ്പൂ ഇല്ല, ഞങ്ങൾ അത്തപ്പൂ ഇതും. നിങ്ങക്ക് എന്തിനും അതിയോ അത് ഇതില്ല. ഇന്ന മോനെ റോസാപ്പൂ. ഇനി അത്തപ്പൂ കഥത്തായിരിക്കും, ദോശാപ്പൂല പറ്റില്ല. പൊളിക്കാം. ഹലോ, അവിടെ ഡ്രസ് ഇല്ലയോ? ഉള്ള എവിടത്തെ നമ്പർ ഒന്ന് തരാൻ പറ്റുമോ? ഇതാ മഞ്ഞപ്പൂ. മോനെ മഞ്ഞപ്പൂ. ഇത് മഞ്ഞല്ല പൊത്ത, ചുവപ്പാ, മഞ്ഞതാ. മഞ്ഞപ്പൂ കഥയല്ലോ. ഇവൻ പൊത്തനല്ലതാ, നല്ല കിടിലൻ അത്തപ്പൂ. ഇതിന് അർത്ഥം തോന്നുന്നതാ. ഓ അവിടെ ഇല്ലയോ? ഇതെനിക്ക് ഞാൻ എവിടെ പോയി ഒപ്പിക്കാനാ? ഒരേ നേതമായി. ആ മക്കളെ എന്തായി അത്തപ്പൂ? പൂ തികഞ്ഞില്ലല്ലേ, കൊതച്ചൂടെ നല്ല പറ്റിക്ക് ഇതാ ഇന്ന്.